ഹായ് ഫ്രണ്ട്സ്, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് സാധനം കണ്ടപ്പോൾ എനിക്ക് തോന്നി ബ്രോസ്റ്റ് ഉണ്ടാക്കിയാലോ. നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന നാടൻ ബ്രോസ്റ്റ് ആവട്ടോ. ആ ബ്രോസ്റ്റിന് ഉണ്ടാക്കണമെങ്കിൽ മുന്നേ വേണ്ട നല്ല പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളില്ലേ. ഒന്ന് നമ്മളെ മയോണൈസും ഒന്ന് ടൊമാറ്റോ സോസില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ കാണിക്കാം കേട്ടോ. എന്തായാലും വഴിയെ ഈ മൂന്ന് സംഭവങ്ങൾ ഞങ്ങൾ കാണിക്കേ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ തക്കാളി ഒരു 2-3 എടുത്തിട്ടോ. ഇത് നന്നാക്കി കഴുകിയിട്ട് അരിഞ്ഞ് അതിലേക്ക് 2 വെളുത്തുള്ളി, അതേപോലെ തന്നെ ഗ്രാമ്പു 2 ചെറിയൊരു കഷ്ണം പട്ടയിട്ട് നല്ല പോലെ തിളപ്പിച്ചു. എന്നിട്ട് പിന്നെ ആ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ അറിയാം, നമ്മളെ ആ ഗ്രാമ്പും പട്ടയും കൂടി എടുത്ത് മാറ്റിയിട്ടോ. എന്നിട്ട് പിന്നെ ജാർക്കിട്ട് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടോ. പിന്നെ ചൂടാറിന് ശേഷം ഞാൻ നന്നാക്കി അരച്ചിട്ട് പിന്നെ അരിച്ചെടുക്കുകയാണ്. എന്നാലും ഈ സാധനമൊക്കെ വളരെ എളുപ്പമാണ്, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ വെറുതെ ഞാനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ പപ്സൊക്കെ കിട്ടിയ അപ്പോഴേക്ക് ഈ എന്താ പറയുക, തക്കാളി സോസ് വേണം. ജിത്തേട്ടനോട് ഇങ്ങനെ പറയാം, അത് ഇത് കൊണ്ട് വരുമ്പോൾ ഇവർ ₹1 പാക്കറ്റ് ഉണ്ടല്ലോ, അതോ അല്ലെങ്കിൽ പിന്നെ ആ വലുതായി കിട്ടുന്ന കെച്ചപ്പ് ഉണ്ട്, അതാ കൊണ്ടുവരും എപ്പോഴും. പിന്നെ ഈ സംഭവം നമ്മളെ വീട് തക്കാളി ചീഞ്ഞ് പോവും, എന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല. അതിലേക്ക് പെട്ടെന്ന് എന്താ പറയുക, കുറച്ച് നുള്ളു ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഒരു ആ സോസിൽ ചെറുതായിട്ടൊരു എരിവുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നാക്കി പിന്നെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക. വെന്ത തന്നെയാണ്, ഓൾറെഡി വെന്ത തന്നെയാണ്. പക്ഷെ നമ്മൾ അരിച്ചെടുത്ത് പിന്നെ ആ ഗ്രേവി ഉണ്ടല്ലോ, അത് നന്നാക്കി തിളപ്പിച്ച് ഇല്ല കുറുക്കി എടുക്കണം. അപ്പം എൻ്റെ ക്യാമറ വുമണേ ആൾ മഹാമോശാട്ടോ. കാരണം ഓക്ക് ക്യാമറയിൽ കാണണേക്കാൾ ഓൾക്ക് ശരിക്കും കാണണം. പിന്നെ അത് കിട്ടുക കുറച്ച് പഞ്ചസാര കേട്ടോ, നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. ഞങ്ങൾക്ക് പിന്നെ നന്നാക്കി മധുരം സോസിന് വേണ്ടാന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. കുറച്ച് നേരമല്ല, നമുക്ക് ഈ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാനുള്ള പഞ്ചസാര മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരം ഇട്ടാൽ കേട്ടോ ഈ സമയത്ത്. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് വിനീഗർ കൂടി വയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ശ്രീകുട്ടിക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ കുറച്ചും കൂടി മധുരം വേണം അമ്മ, നുള്ളും കൂടി ഇട്ടിട്ടാണ്. നുള്ളാണ് ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ. ഒരിക്കലും മധുരം എത്ര ആക്കിയാൽ ഇതാവില്ലല്ലോ. പക്ഷേ മധുരം നമുക്ക് പഞ്ചസാര കൊണ്ട് അത്ര ഉപയോഗിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ ബ്രോസ്റ്റ് തന്നെ നമുക്ക് നന്നായിട്ട് എപ്പോഴും കഴിക്കാൻ പറ്റാത്ത സാധനം അല്ലേ. നമ്മൾ ബ്രോസ്റ്റ് തീരെ വാങ്ങില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ വാങ്ങലുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വില അത്രയും കഠിനല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി എത്തൂല്ല, അവിടെ അങ്ങനെ വല്ലാതെ വാങ്ങലില്ല. എല്ലാവരും കൂടുന്ന സമയങ്ങളിൽ വർഷങ്ങളിൽ ഒരു തവണയൊക്കെ വാങ്ങുന്ന സാധനമാണ് ബ്രോസ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, ഞാൻ ആകെ ഒരു തവണയൊക്കെ കഴിച്ചിട്ട് 1-2 തവണ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിക്കും സൈഡിനെന്ന് വെറുതെ ബ്രോസ്റ്റിങ് തിന്നാമെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു കറി വയ്ക്കാൻ. അപ്പോൾ അതിന്നൊരു 5-6 കഷ്ണം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരീക്ഷണം തുടങ്ങിയത്. അപ്പം ഇനി ഫസ്റ്റ് ഈസ് ദി ബെസ്റ്റാന്ന് വിചാരിച്ചിരുന്നാലും വീഡിയോ ആക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ഇത് സെറ്റായാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടോ കുറുകി വന്നിട്ടോ, കുറച്ച് വിനീഗർ കൂടി ഒഴിച്ചു. ഇനി ഇതിന് കളർ ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. ഞാൻ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് കളർ മാറുന്നത്. ശരിക്കും ഒറിജിനൽ നമ്മൾ വാങ്ങുന്ന അതേപോലെ തന്നെ ടൊമാറ്റോ സോസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.